ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിസ്റ്റിക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടാരോട്ട് കാർഡ് റീഡർ ആൻഡ് ന്യൂമറോളജിസ്റ്റ് അബിത ജോസ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആർക്കെങ്കിലും ടാരോട്ട് കാർഡ് റീഡിംഗ് കൺസൾട്ടേഷനോ ന്യൂമറോളജി റീഡിംഗ് കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. യു ഗൈസ് ക്യാൻ കോൺടാക്ട് മീ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ സവിശേഷതകളാണ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ്. 2, 20, 11, 29 ഏത് മാസങ്ങളിലായിരുന്നാലും അത് പ്രശ്നമല്ല. ബിക്കോസ് നമ്മൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ ബർത്ത് നമ്പറാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ബർത്ത് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, സപ്പോസ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 29/10/1993 ആണെന്നിരിക്കട്ടെ. സോ നമ്മൾ ബർത്ത് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ജനിച്ച ദിവസം മാത്രം മതി. ഓക്കെ, സോ അയാൾ ജനിച്ചിരിക്കുന്നത് 29th ആണ്. ഓക്കെ, അതില് 2 + 9 11 ആണ്. 11 എഗെയിൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കുക. 1 + 1 എഗെയിൻ 2 ആണ്. സോ അയാളുടെ ബർത്ത് നമ്പർ 2 ആണ്. ഓക്കെ, 2, 11, 20 and 29 എന്നീ തീയതികളിൽ ജനിച്ച ആളുകളുടെ നോർമലി ബർത്ത് നമ്പർ 2 ആണ്. നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ മനസ്സിലാവും. ഓക്കെ, 2 എന്ന നമ്പർ അസ്ട്രോളജി റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആസ് പെർ ന്യൂമറോളജി 2 എന്ന നമ്പർ 3 ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു നമ്പറാണ്. ചന്ദ്രനുമായി റിലേറ്റ് ചെയ്ത ഒരു നമ്പറാണ്. ചന്ദ്രന്റെ പ്രത്യേകത നമുക്കറിയാം. ചന്ദ്രൻ എല്ലാ ദിവസവും ഒരേ രീതിയിലായിരിക്കത്തില്ല കാണപ്പെടുന്നത്, അല്ലേ? ചന്ദ്രൻ നമ്മള് കണ്ടും കേട്ടും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അമാവാസി മുതൽ പൂർണ്ണചന്ദ്രൻ വരെ ചന്ദ്രന്റെ ഫേസസ് മാറിക്കൊണ്ടേയിരിക്കും, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവരുടെ സ്വഭാവവും. നല്ല രീതിയിൽ മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളാണ് ഈ തീയതികളിൽ ജനിച്ചവർ. വളരെ നല്ല പീസ് മേക്കേഴ്സ് ആണ് ഈ കൂട്ടർ. ഓക്കെ, നല്ല രീതിയിൽ വളരെ നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ ഈ കൂട്ടർക്ക് സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും 2 കൂട്ടരുടെ ഇടയിൽ നല്ല രീതിയിൽ അടി നടക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ കൂട്ടർക്ക് നല്ല രീതിയിൽ മീഡിയേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന കക്ഷികളാണ് ഇവര്. കാരണം ഇവർ പറയുന്നത് ആളുകൾ ശ്രദ്ധിക്കും. അത്തരത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഇവർക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ നല്ല രാഷ്ട്രീയക്കാരാണ് ഈ കൂട്ടർ. നല്ല രീതിയിൽ രാഷ്ട്രീയത്തിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ശോഭിക്കാനുള്ള സാധ്യതകൾ ഈ കൂട്ടർക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഈ കൂട്ടരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്താണ്. ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്ത് ഇവർ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവുന്ന ആളുകളാണ്. എ സെലക്ട് ചെയ്യണോ, ബി സെലക്ട് ചെയ്യണോ, സി സെലക്ട് ചെയ്യണോ, ഞാൻ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവുന്ന ആളുകളാണ് ഇവര്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് എന്ന് മാത്രമല്ല, ഇവരുടെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോ സപ്പോസ് ഒരു ഡിസിഷൻ എടുത്തു, അതിന് ഇവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇവരെടുത്ത ഡിസിഷൻ കറക്റ്റ് ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. ആ കോൺഫിഡൻസ് വരണമെങ്കിൽ വേറൊരാൾ, ഒരു തേർഡ് പാർട്ടി ഇവരുടെ അടുത്ത് ഓക്കെ നിങ്ങൾ ചെയ്ത കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഈ ഡിസിഷൻ കറക്റ്റ് ആണ് എന്ന് അവരുടെ അടുത്ത് പറയുമ്പോൾ മാത്രമാണ് അവർക്കൊരു കോൺഫിഡൻസ് വരുന്നത്. യെസ്, ഫൈനലി ഞാൻ പറയുന്നത് കറക്റ്റ് ആണ് എന്ന്. ഓക്കെ, അതാണ് ഇവരുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അല്ലാതെ ഡിസിഷൻസ് ഒട്ടും എടുക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകളാണെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. വളരെ നല്ല, ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ചിന്തിച്ചെടുത്ത് ചെയ്യുന്ന ആളുകളാണ് ഇവര്. അതുപോലെ തന്നെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് ഈ കൂട്ടര്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ നോ എന്ന് പറയാൻ ഇവർക്ക് വളരെ മടിയായിരിക്കും. ഓക്കെ, ഇപ്പൊ ഹയർ അതോറിറ്റീസ് എന്ത് കാര്യം ഏൽപ്പിച്ചിരുന്നാലും ഓക്കെ, അതിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ ചെന്ന് ആലോചിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇവര്. ഓക്കെ, സോ ഇവര് ആരുടെ അടുത്തും നോ എന്ന് പറയത്തില്ല. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്റെ അടുത്തില്ല, എന്തിനാണ് എന്റെ അടുത്ത് എപ്പോഴും വരുന്നത് എന്ന് പറഞ്ഞ് നോ പറയത്തില്ല ഇവര്. ഒന്നിന്റെ കൂടെ എല്ലാത്തിനും ഒരു യെസ് യെസ് യെസ്. ഇവരുടെ വായിൽ നിന്ന് യെസ് മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി, നോ എന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. അത് മാത്രമല്ല, ചെയ്യുന്ന എന്ത് കാര്യത്തിലും വളരെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരാണ് ഇവര്. ഓൾറെഡി പറഞ്ഞല്ലോ, ഇവര് ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ചെന്ന് കാര്യങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. ഓക്കെ, അതിന് എത്ര സമയം വിനിയോഗിക്കാനും ഇവർ മടിക്കത്തില്ല.
രാത്രിയെന്നോ പകലെന്നോ എന്നും നോക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. ഒരു കാര്യം പഠിക്കാനായിട്ട് ഒരു കാര്യത്തിലേക്ക് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ പോയി അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ളവരാണ് ഇവര്. അത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത ഉള്ളവരാണ് ഇവര്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ടീം വർക്കിലെല്ലാം നല്ല രീതിയിൽ ശോഭിക്കുന്നവരാണ് ഇവര്. അതായത് എപ്പോഴും നമ്മളിപ്പോ ഒരു ടീം വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ ഫൈനലി സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആ ടീം വർക്കിലെ എല്ലാ ആളുകളും ചെയ്യുന്ന ജോലികളെ നോക്കി എടുത്ത് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണോ എന്ന് പരിശോധിച്ച് തന്റെ പാർട്ടും ക്ലിയർ ആക്കി പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവർ ടീം വർക്കിൽ വളരെ നല്ല രീതിയിൽ ശോഭിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു ടീം ലീഡ് എന്ന് പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഒരു ടീം ലീഡറിന് ഉപരി ഒരു ടീം ലീഡറിന് സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളാണ് ഇവര്. മനസ്സിലായോ? അതായത് ടീം ലീഡറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഇവര്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ ഇവർക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലും നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ഷമ ഇവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ടീം വർക്കിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷികളാണ് ഈ കൂട്ടര്. അതുപോലെ തന്നെ വളരെ നല്ല ഇൻറ്റ്യൂഷൻ പവർ ഉള്ളവരാണ് ഈ കൂട്ടർ. ഓക്കെ, വളരെ നല്ല ഇൻറ്റ്യൂഷൻ പവർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ജന്മസിദ്ധമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഡേറ്റ് ഓഫ് ബർത്ത് 11 and 29 ആയിട്ടുള്ള ആളുകൾക്ക് അത് പ്രധാനമായിട്ട് നല്ല രീതിയിലുണ്ടാവും. 11 and 29 ജനിച്ചവർക്ക് നല്ല രീതിയിൽ അവരുടെ മനസ്സിലൊക്കെ ഇത് തോന്നും. ഒരു കാര്യം നടക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഓക്കെ ഇന്നൊരു കാര്യം ഇങ്ങനെ നടക്കാനുള്ള സാധ്യതകളുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ ഇവരുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ആൻഡ് ട്രസ്റ്റ് മീ, ഓൾവേസ് ഇവരുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആയിരിക്കും. അത് ജന്മസിദ്ധമായിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു കഴിവാണ് ഇവരുടെ ഇൻറ്റ്യൂഷൻ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല അസ്ട്രോളജേഴ്സ് ആവാൻ ഇവർക്ക് സാധിക്കാറുണ്ട്, വളരെ നല്ല ടാരോട്ട് കാർഡ് റീഡേഴ്സ് ആവാൻ ഇവർക്ക് സാധിക്കാറുണ്ട്, ന്യൂമറോളജിസ്റ്റ് ആവാൻ സാധിക്കാറുണ്ട്. സ്പിരിച്വാലിറ്റിയിലോട്ടെല്ലാം വളരെയധികം നല്ല താല്പര്യമുള്ളവരാണ് ഈ കൂട്ടര്. ഇവർക്ക് വളരെ നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നവരാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവരിന്ന് വളരെ നല്ലൊരു കൗൺസിലേഴ്സ് ആണ്. ഓക്കെ, നല്ല ഹീലിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ് ഇവര്, നല്ല ഹീലേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് റിലേറ്റഡ് സെക്ടേഴ്സിലെല്ലാം വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ ഈ കൂട്ടർക്ക് സാധിക്കും. കാരണം അവരുടെ മുന്നിൽ വിഷമത്തോടെ വരുന്ന ഒരു രോഗിയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിച്ചാൽ അവർക്ക് ആശ്വാസം ലഭിക്കും, എങ്ങനെയാണ് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ കൂട്ടർക്കറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ നല്ല ഹീലേഴ്സ് ആണ് ഈ കൂട്ടര്. സോ ഗൈസ്, വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പിസോഡുകൾ ഉറപ്പായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്റെ ചാനലിൽ. കുറച്ച് സമയത്തിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ എപ്പിസോഡ് കുറച്ച് ചുരുങ്ങി അവതരിപ്പിച്ചിരിക്കുന്നത്. സോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. സോ കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വരുന്ന എപ്പിസോഡുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ന്യൂമറോളജി അല്ലെങ്കിൽ ടാരോട്ട് കാർഡ് റീഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അതും കമന്റ്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം അബിത ജോസ് സൈനിങ് ഓഫ്.